വെൽക്കം ബാക്ക് ടു ഡൂമാൻ 400. നമ്മളിപ്പോൾ ഉള്ള സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കാസർഗോഡ് ജില്ലയിൽ തന്നെ ഏറ്റവും അടിപൊളിയായിട്ട് വ്യൂ പോയിന്റ് കാണാൻ പറ്റുന്ന സ്ഥലത്താണ് റാണിപുരം. റാണിപുരം എത്തിയിട്ടില്ല, ഇവിടുന്ന് ഏകദേശം 10 കിലോമീറ്റർ ഉണ്ട്. നമ്മളെ കാഞ്ഞങ്ങാട് റൂമിൽ നിന്ന് ഏകദേശം 6 മണിക്ക് ഇറങ്ങിയിട്ട് 6:45 ബസ്സിന് പനന്താടി ഇറങ്ങി. കാരണം ഡയറക്റ്റ് ബസ് അവിടെ നിന്നില്ല, 8 മണിക്കാറ്റേ ബസ്സില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ചത് 7 മണിക്ക് അവിടെ നിന്ന് കയറിയിട്ട് ഇവിടെ 8 മണിയാകുമ്പോൾ എത്തി. അപ്പോൾ ഇവിടെ ബസ് 9:15 ഇപ്പോൾ 8:45. അപ്പോൾ പനന്തടിയിൽ നിന്ന് ഏകദേശം 10 കിലോമീറ്റർ നമ്മുടെ റാണിപുരത്തേക്ക്. അപ്പോൾ ഓട്ടോ ചാർജ് 300 ആണ്. അപ്പോൾ ഏതായാലും ബസ് വരുന്നുണ്ട്, 1 മണിക്കൂർ വെയിറ്റ് ചെയ്താൽ മതി. നമ്മളിവിടെ 8 മണിക്ക് എത്തി, ഇപ്പോൾ 8:45. അപ്പോൾ 9:15 ബസ് കയറിയിട്ട് നമുക്ക് റാണിപുരം പോകണം. അടിപൊളിയാണ്, നമ്മളുടെ ഊട്ടി ഓഫ് കേരള എന്നാണ് പറയപ്പെടുന്നത്. ഗൂഗിളിലൊക്കെ നോക്കിയപ്പോൾ അങ്ങനെയാണ് കണ്ടത്. ഇത് വരുന്ന വഴിയൊക്കെ അടിപൊളിയായിരുന്നു. സൺറൈസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നമ്മളുടെ KSRTC ബസ്സിൽ അടിപൊളി യാത്രയായിരുന്നു. നമ്മളുടെ കാഞ്ഞങ്ങാട് നിന്ന് ഏകദേശം 48 കിലോമീറ്ററും കാസർഗോഡ് നിന്ന് ഏകദേശം 55 കിലോമീറ്റർ ഉണ്ട് നമ്മളുടെ റാണിപുരത്തേക്ക്. ഒന്നുകിൽ പനന്തടി ഇറങ്ങണം, അല്ലെങ്കിൽ പനത്തൂർ ഇറങ്ങണം. രണ്ടിലേതെങ്കിലും സ്ഥലത്ത് ഇറങ്ങിയിട്ട് നിങ്ങൾക്ക് ഫ്രണ്ട്സായിട്ട് വരുന്നുണ്ടെങ്കിൽ ഓട്ടോ സർവീസ് ഉണ്ട്. ഒരു 100 രൂപ വെച്ച് 3 ആൾ എടുത്തു കഴിഞ്ഞാൽ 300 ഓട്ടോ സർവീസ് ഉണ്ട്. അല്ലെങ്കിൽ ഇവിടുന്ന് 9:15 ബസ്സുണ്ട്. കാഞ്ഞങ്ങാട് നിന്ന് 8 മണിക്ക് എടുക്കുന്ന ഒരു ബസ്സുണ്ട് കാഞ്ഞങ്ങാട്. അപ്പോൾ അവിടുന്ന് ഡയറക്റ്റ് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു സ്ഥലത്ത് റാണിപുരം എത്താൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ബാക്കി വീഡിയോ നമുക്ക് പോവാം. അതേപോലെ തന്നെ അത്യാവശ്യം ട്രക്കിംഗ് ഉണ്ട്. അവിടെയാണ് നമ്മളുടെ ബസ് വരിക. അവിടെയാണ് നമ്മളിപ്പോൾ കയറ്റം കയറാൻ വീഡിയോ എടുക്കാൻ വന്നതാണ്. അവിടെയാണ് പനന്തടി ബസ് വരിക. അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യണം. അതിനുശേഷം നമുക്ക് റാണിപുരം പോയിട്ട് അവിടുത്തെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് പറയാം. ഇവിടെ ചാർജും കാര്യങ്ങളൊക്കെ വരുന്നത് ഒരാൾക്ക് 50, കുട്ടികൾക്ക് 20, പിന്നെ ഫോറിനേഴ്സിന് 150, അങ്ങനെയൊക്കെയാണ് വരുന്നത്. പിന്നെ ക്യാമറ എടുക്കാൻ 50, പിന്നെ നമ്മളെ കയ്യിലെ വാട്ടർ ബോട്ടിൽ ഉണ്ടെങ്കിൽ ഡെപ്പോസിറ്റ് 40 കൊടുക്കണം. പിന്നെ തിരിച്ച് വരുമ്പോൾ നമുക്ക് ആ ഒരു പൈസ കിട്ടും. ആ കുപ്പി ഇല്ലെങ്കിൽ ആ പൈസ കിട്ടൂല, 40 പോകും. ഓക്കെ, രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 3 മണി മുതലാണ് ഇത് വർക്കിംഗ് ടൈം. അപ്പോൾ ബാക്കി ഡീറ്റെയിൽസ് അവിടെ പോയിട്ട് നോക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാണ് പനന്തടി എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ നിങ്ങൾക്ക് ബോർഡ് കാണാനായിട്ടും വെൽക്കം ടു റാണിപുരം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടെയാണ് നമുക്ക് ബസ് തരാം. ഇതാണ് നമ്മുടെ കാഞ്ഞങ്ങാട് റൂട്ട്. ഇങ്ങോട്ടാണ് പനത്തൂർ എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ ഇവിടുന്ന് മുകളിലോട്ടാണ് നമുക്ക് പോകേണ്ടത്. വെൽക്കം ടു റാണിപുരം എന്നുണ്ട്. അപ്പോൾ ബസ് 9:15 വരുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ബസ്സിന് വേണ്ടിയിട്ടാണ് വെയിറ്റിംഗ്. ബസ് ഇങ്ങനെയാണ് വരിക. കാഞ്ഞങ്ങാട് നിൽക്കുന്ന ബസ്സാണ് 8 മണിക്ക്. ആ ബസ് കയറിയാൽ മതിയായിരുന്നു. ആണെങ്കിൽ നമ്മൾ ഇവിടുന്ന് ഏതെങ്കിലും വണ്ടി കിട്ടിക്കഴിഞ്ഞാൽ പോകാമെന്ന് വെച്ചിട്ടാണ്. ആണെങ്കിൽ ഓട്ടോനൊക്കെ 300 പറയുന്നത്. ഇവിടെയാണ് ബസ്സിൻ്റെ സ്റ്റോപ്പ്. ബസ് ഇവിടം വരെ വരും. അപ്പോൾ ഇതിലിങ്ങനെ നടക്കണം. അപ്പോൾ ഇവിടെ ഒരു ഹോട്ടലുണ്ട്. ഇനി ടിക്കറ്റ് എടുക്കണം. ക്യാഷ് അല്ല, കാർഡ് പേയ്മെന്റ് അല്ലെങ്കിൽ ഗൂഗിൾ പേ. ആധാറോ വോട്ടർ ഐഡിയോ ലൈസൻസോ. ഒരാൾ. ഓക്കെ, പിന്നെ വാങ്ങിക്കില്ലേ ഡിസ്പോസ് ചെയ്യുന്ന വെള്ളത്തിൻ്റെ കുപ്പിയുണ്ട്. എത്ര കുപ്പി വെള്ളം? ഒറ്റൊരു കുപ്പി. 20 രൂപ ക്യാഷ് ചെയ്തു. തിരിച്ചു വരുമ്പോൾ ടിക്കറ്റ് ബോർഡിലും കാണിക്കണം. 20 വരുമ്പോൾ തരാം കേട്ടോ. ഓക്കെ, മൊബൈൽ നമ്പർ വന്ന് 8848. ഓക്കെ, നമ്മൾ കയറി പോവാണ്. അപ്പോൾ അതുപോലെ തന്നെ ഒരാൾക്ക് 50. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ക്യാഷ് എടുക്കില്ല. UPI അല്ലെങ്കിൽ കാർഡ്. ഒന്നെങ്കിൽ GPay ഉണ്ടെങ്കിൽ GPay ചെയ്യുക, അല്ലെങ്കിൽ കാർഡിന് കാർഡ് കൊടുക്കുക. അത്യാവശ്യം കുത്തനുള്ള കയറ്റാണ്. ഇപ്പം തന്നെ നമ്മൾ സൈഡായി. ഇനിയും 1.5 കിലോമീറ്റർ അടുത്ത് കയറാനുണ്ട്. നമുക്ക് മുകളിൽ പോയിട്ട് നോക്കാം. ഓവർ വീഡിയോ ലെങ്താക്കുന്നില്ല. സംഭവം അടിപൊളി സ്പോട്ടാണ്. സ്വന്തം വണ്ടി ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒന്നും പേടിക്കാനില്ല. രാവിലെ വരാം, ഉച്ചയാകുമ്പോൾ പരിപാടി കഴിയും, പെട്ടെന്ന് പോവാം. അല്ലാണ്ട് ഓട്ടോ ബസ്സൊക്കെ വിചാരിച്ച് വന്നു കഴിഞ്ഞാൽ ബസ് 4:50 അപ്പോൾ നമ്മൾ തിരിച്ചെത്തുന്നത് കുറച്ച് ടൈം ഡിലേ ആയി പോകും. കയറി ഏകദേശം ഒരു 40 മിനിറ്റ് 1 മണിക്കൂറൊക്കെ എൻ്റെ അടുത്താവും. രാവിലെ ഫുഡ് കഴിച്ചില്ല, അതാണ് മെയിൻ പ്രശ്നം. വെള്ളം കുടിച്ച് ഇറങ്ങിയതാണ്. ഉച്ചക്ക് പോയിട്ട് വേണം ഫുഡ് കഴിക്കാൻ. വഴിയുണ്ടോ? നമ്മളിനി മുകളിൽ പോയിട്ട് കാണിച്ചു തരാം. ഇവിടെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ ഓവർ ലെങ്ത്തായി പോകും. ഇരുന്നിട്ട് റെസ്റ്റ് എടുത്തിട്ടൊക്കെ പോകാൻ പറ്റും. ആണെങ്കിൽ നമ്മളെ കയ്യിൽ ടൈമില്ല. കുറച്ചും ഇരിക്കുക, റെസ്റ്റ് എടുക്കുക. ആണെങ്കിൽ നമ്മളെ കയ്യിൽ തീരെ ടൈമില്ലാത്തതുകൊണ്ടാണ്. ഇത് ജസ്റ്റ് സാമ്പിൾ മാത്രമാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ദിവസം കണക്കാണ്. നമ്മൾ ആ ഒരു സ്ഥലത്ത് നിന്ന് ഇറങ്ങിയിട്ട് ഇതിലേ വന്നപ്പോൾ ഒരു ഓപ്പൺ സ്പേസ് കിട്ടി. കണ്ടോ, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇതൊന്നുമല്ല സ്ഥലം. ഫുൾ ഇവിടെയൊക്കെ ക്ലൗഡാണ്. പറ്റുമെങ്കിൽ ആ ഒരു വീഡിയോ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് തരാം. അപ്പോൾ ഇത് കയറി പോകുന്നത് ഒരു മെയിൻ വ്യൂ പോയിൻറ്റിലേക്കാണ്. ഒരു 500-600 മീറ്റർ ആ ഒരു ഫോറസ്റ്റിൻ്റെ ഉള്ളിലേക്ക് കൂടി നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സ്പോട്ട് എത്തും. നമ്മൾ കഴിഞ്ഞ വർഷം വന്നപ്പോൾ അവിടെയൊക്കെ ഫുള്ള് മിസ്റ്റി ക്ലൗഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു.
ഇപ്രാവശ്യം അതൊന്നുമില്ല, എന്നാലും കാണാൻ അത്യാവശ്യം അടിപൊളിയാണ്. ഈ ഒരു സ്ഥലത്ത് വരേണ്ട ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, ആ ഒരു 4 കൂടിപ്പോയ മാർച്ച്, ആ ഒരു 5 മാസത്തിൽ ഈ ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ പൊളിയായിരിക്കും. ഈ ഒരു സ്ഥലത്ത് എത്തി. ഇവിടുത്തെ വ്യൂ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കണ്ടോ ഇനി നമുക്ക് പോകേണ്ടത് കണ്ടോ, ആ ഒരു വഴിയേക്കുള്ളിൽ നടന്ന് നമുക്ക് അവിടെ പോകണം. ഈ ഒരു സ്ഥലത്തിന് അറിയപ്പെടുന്നത് നമ്മളുടെ ഊട്ടി ഓഫ് കേരള എന്നാണ് ഗൂഗിളിലൊക്കെ അറിയപ്പെടുന്നത്. നിങ്ങൾക്ക് ആ ഒരു സൗണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ നോയ്സ് കേൾക്കുന്നുണ്ടോ എന്നറിയില്ല. ശരിക്കും നമ്മൾ ആ ഒരു എന്താ പറയുക വൈഡ് കാടിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ആ ഒരു ഫീലും സൗണ്ടും, പിന്നെ വരുന്ന വഴിക്ക് മയിലിനും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. കണ്ടോ ഇങ്ങനത്തെ സ്പോട്ടൊക്കെയാണ് കയറി പോകേണ്ടത്. ഒരാളങ്ങോട്ട് പോയിട്ടുണ്ട്. ഇങ്ങനത്തെ സ്ഥലമൊക്കെയാണ് കയറി പോകേണ്ടത്. ഭയങ്കര സീനാണ്, കാരണം ഫുൾ പാറയാണ്, മണ്ണല്ല. പാറയാണെങ്കിൽ ഭയങ്കര ഷാർപ്പായിട്ടുള്ള പാരയും, മണ്ണൊക്കെ ആണെങ്കിൽ നമുക്ക് സീനില്ല, എങ്ങനെയെങ്കിലും താഴെത്തും. ഇത് തലയൊക്കെ അടിച്ചു കഴിഞ്ഞാൽ കുറച്ച് സീനൊക്കെ കണ്ടോ. നമ്മൾ ആ ഒരു സ്പോട്ടിൽ നിന്നാണ് നടന്നു വന്നത്. ഇപ്പോൾ ഈ ഒരു സ്പോട്ടിലെത്തിയിട്ടുണ്ട്. ഇവിടുത്തെ വ്യൂ ഇതാണ്. ഇവിടെ നമുക്ക് കൂൾ ഡ്രിങ്ക്സ്, സ്നാക്സ് അതൊക്കെ അവിടെ നിന്ന് കിട്ടും. ഒരു ഗ്ലാസ് കേട്ടോ. ഈ ഒരു ചെറിയ പീടികയിൽ നിന്ന് നമ്മൾ സർബത്തും കാര്യങ്ങളൊക്കെ കുടിച്ചിട്ട് നമ്മൾ നേരെ പോവാണ്. എല്ലാവരും റെസ്റ്റ് എടുത്ത്, നമ്മൾ മാത്രം റെസ്റ്റ് എടുക്കാണ്ട് കയറാണ്. കാരണം നമുക്ക് കറക്റ്റ് സമയത്ത് എത്തണം. മഴയും കൂടി ഉണ്ടെങ്കിൽ ഈ ഒരു സ്ഥലത്തിൻ്റെ അവസ്ഥ, ഈ ഒരു കയറ്റം കയറുമ്പോഴൊക്കെ തന്നെ ആ ഒരു കുടിച്ച ലൈമ് സർബത്തൊക്കെ എവിടെയോ പോയി. ഇത് അത്യാവശ്യം നല്ല കയറ്റാണ് കേട്ടോ. ആ ഒരു പീടി അവിടെയാണ്. നമ്മളിനി ഇവിടെ എത്തിയില്ലല്ലോ, ഇതിൻ്റെ മുകളിൽ കയറി അതാണ് ഫുള്ളാവും. വേറെ വഴിയില്ല. എന്തായാലും ഇവിടെ വരെ വന്ന് കയറാണ്ട് പോയി കഴിഞ്ഞാൽ കാര്യം നടക്കില്ല, നല്ല ടൈമുമില്ല. നമ്മളെ സ്പോട്ട് നമ്മളിപ്പം കയറിയത് മൊത്തം നമ്മൾ കീയണം. കീയുന്ന വഴിയൊക്കെ ഭയങ്കര ഡേഞ്ചറാണ്. വരുമ്പം നല്ല ഗ്രിപ്പിലെ ഷൂവോ ചെരുപ്പോ ഇട്ടിട്ട് വരാം. വലിയ ഇറക്കൊക്കെ ഇറങ്ങാനുണ്ട്. നിങ്ങൾ ഫാമിലി ഒക്കെ ആയിട്ടാണ് വരുന്നതെങ്കിൽ കയറാൻ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുണ്ടോ, ഇതിൻ്റെ സൈഡിലൊരു വഴിയുണ്ട്. നമ്മളെ ഇപ്പോൾ ആ ചെറിയ പീടിയിൽ നിന്ന് ജ്യൂസ് കുടിച്ചതിൻ്റെ സൈഡിലേക്ക് കൂടി ചെറിയൊരു വഴിയുണ്ട്. അപ്പോൾ അതിലേക്ക് കൂടി വന്നു കഴിഞ്ഞാൽ ഈ ഒരു സ്ഥലത്തെത്തുന്നിരിക്കും. അതാകുമ്പോൾ ഈ മല കയറേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോൾ വന്ന സ്പോട്ട് ഇതുണ്ടോ, നിങ്ങൾക്ക് ഇങ്ങനെ കാണുമ്പോൾ മനസ്സിലാവും ഈ ഒരു കയറ്റം. ഇനി ഇതിൻ്റെ മുകളിൽ കയറിയിട്ട് തിരിച്ച് പോകണം. ഇതാണ് ഇവിടുത്തെ വ്യൂ. ഉണ്ടോ, ഫൈനലി നമ്മൾ ഈ സ്ഥലത്തെത്തി. ഇതാണ് റാണിപുരം പീക്ക് എന്ന് പറയുന്ന സ്ഥലം. ഇവിടുത്തെ വ്യൂ ഉണ്ടോ, നിങ്ങളെ സ്ഥലം എവിടെയാ? മഞ്ചേശ്വരം. അതെ അതെ, അതാണ് നല്ലതല്ലേ. അതെ, പെട്ടെന്ന് കഴിഞ്ഞിട്ട് പോവല്ലേ. എന്നാ പോട്ടെ. വിഷ്ണു ഡൂമാൻ 400. അപ്പോൾ ഇവിടെ വന്നപ്പോൾ മഞ്ചേശ്വരമില്ല കുറച്ച് ടീമിനെ പരിചയപ്പെട്ടു. അപ്പോൾ നമ്മളിതാ തിരിച്ച് പോവാണ്. നമ്മളൊപ്പം വന്ന ആൾക്കാരാണ് മുകളിൽ. ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല. നമ്മൾ നേരത്തെ വന്നത് ഈ ഒരു വഴിയാണ്. അല്ലെങ്കിൽ ഈ ഒരു വഴിയിൽ വന്നു കഴിഞ്ഞാൽ കുറച്ച് ടാസ്ക് ആയിട്ടുള്ള വഴിയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു വഴി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2-3 മിനിറ്റ് കൂടിക്കഴിഞ്ഞാലും
ഈ ഒരു വഴീൻ്റെ റിസ്ക് ഇതില്ല. ആൾക്കാർ മൊത്തം ഇങ്ങനെ ക്യാമറ പിടിച്ച് നടക്കുന്ന കണ്ടിട്ട് വ്ളോഗർ വിളിക്കും. ഇപ്പോൾ അവിടെ നിന്നൊരു ടീം വിളിച്ച്, എൻജോയ്സ് ടീം വിളിച്ച് വ്ളോഗർ നമ്മളിങ്ങനെ കാണിക്കും. വരുന്ന വഴിക്ക് ലൈറ്റായിട്ട് ചെറിയൊരു ട്വിസ്റ്റായി. പിന്നെ ഇവിടെ വരുമ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഫസ്റ്റ് സ്വന്തം വണ്ടി എടുത്തിട്ട് വരാൻ നോക്കുക. അല്ലെങ്കിൽ ഇവിടെ വരുമ്പം ഒരു ദിവസം കണക്കാക്കിയിട്ട് തന്നെ വരാൻ നോക്കാം. രണ്ടാമത്തെ കാര്യം, വെള്ളം മസ്റ്റായിട്ട് എടുക്കണം, അല്ലെങ്കിൽ പണിയായി പോകും. വെള്ളം, സ്നാക്സ്. മൂന്നാമത്തെ കാര്യം, ശ്രദ്ധിച്ച് നടക്കുക, അല്ലെങ്കിൽ പണി ഉറപ്പാണ്. കാണുമ്പോൾ നല്ല ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്, എടുക്കാനും പറ്റും. ആണെങ്കിൽ എടുക്കുന്ന സമയത്ത് ചില ടൈമിൽ ഒരു അത്യാവശ്യം നല്ല ഫോഴ്സ് കൂടിയിട്ടുള്ള കാറ്റും കാര്യങ്ങളൊക്കെ അടിക്കുന്നുണ്ട്. പാറേൻ്റെ എഡ്ജിലൊക്കെ പോയി നിൽക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോയി നിൽക്കുക. അപ്പോൾ അതൊക്കെ 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് മാത്രമേ ഇങ്ങോട്ട് വരിക. അത്യാവശ്യം ഡേഞ്ചർ ആയിട്ടുള്ള സ്പോട്ടാണ് ഈ ഒരു സ്പോട്ടൊക്കെ. ജസ്റ്റ് ഈ ഒരു സ്പോട്ട് കാണിച്ചു തരാം. നമ്മൾ നടന്ന് ഇതിലേക്ക് കൂടിയാണ് പോകേണ്ടത് മുകളിലേക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇരിക്കാനൊക്കെ പറ്റും ഫാമിലിയൊക്കെ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ തോന്നും. ഇതുണ്ടോ, കാറ്റടിച്ചിട്ട് താഴെ പോയി കഴിഞ്ഞാൽ എവിടെയും പിടിച്ച് നിൽക്കാമെന്ന് വിചാരിക്കേ വേണ്ട. പോയി കഴിഞ്ഞാൽ തീർന്നതാണ്. കേട്ടോ, അത്യാവശ്യം നോക്കിയിട്ടൊക്കെ ഇങ്ങോട്ടൊക്കെ വരാൻ നോക്കാം. അത്യാവശ്യം ചെറിയ നനവുണ്ട് ഈ സ്ഥലത്തൊക്കെ. പിന്നെ അതുപോലെ തന്നെ അടിപൊളി മരം കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും. വേറെ തന്നെ ഫീൽ കേട്ടോ, നല്ല തണുപ്പുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഒരു രക്ഷയില്ല കേട്ടോ. ശരിക്കും ആ ഒരു വൈൽഡ് ഫോറസ്റ്റിൻ്റെ ഉള്ളിലുള്ള ഫീലാണ്. ആ ഒരു സൗണ്ടും കുറേ ബേർഡ്സും. പോകുന്ന വഴി കണ്ടോ, നല്ല വഴിയാണ്. ആണെങ്കിൽ അത്യാവശ്യം ഡേഞ്ചറും ഉണ്ട്. ബോട്ടിൽ താഴെ എത്തി. ഇവിടെ വണ്ടിയില്ല, അതാണ് പ്രശ്നം. ഇവിടെ നിന്ന് ചെറിയ സ്നാക്സ് വാങ്ങി ഇറങ്ങി. ഇതാണ് പാർക്കിംഗ് വരുന്നത്. ബസ് നേരത്തെ ഇവിടെയാണ് പാർക്ക് ചെയ്തത്. ലിഫ്റ്റ് ചോദിച്ചിട്ട് വണ്ടിക്ക് പോകേണ്ടി വരും. ഇതാണ് പ്രശ്നം. അപ്പോൾ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ സ്വന്തം വണ്ടി എടുത്ത് വരാം, അല്ലെങ്കിൽ ഒരു ദിവസം കണക്കാക്കിയിട്ട് ഇവിടെ 5 മണിക്ക് ബസ് ഉണ്ടെന്ന് പറഞ്ഞ് ആണെങ്കിൽ അത് കിട്ടിയിട്ട് കാര്യമില്ല. ഓക്കെ, വരുന്ന വഴിക്ക് തന്നെ കുറേ റിസോർട്ട് കണ്ടു. അപ്പോൾ ഗൂഗിളിൽ നോക്കിയായി എൻ്റെ റിസോർട്ടും കാര്യങ്ങളൊക്കെ. ഇതാണ് നമ്മളുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ ട്രിപ്പ് പോകാൻ അല്ലെങ്കിൽ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കും ഈ ഒരു വീഡിയോ ഞങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ സബ് ചെയ്യാത്ത ആരെങ്കിലും ജസ്റ്റ് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇവിടുന്ന് വണ്ടി, ലിഫ്റ്റോ എന്തെങ്കിലും ഓട്ടോ കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ താഴെ പോകുന്നതായിരിക്കും. സോ ഗൈസ്, പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ. ബസ്സിൻ്റെ സർവീസ് എത്ര മണി വരെ ഇല്ലേ? ആ, ഓ, പിന്നെ ഓട്ടോ തന്നെ ഓടിക്കണം അല്ലേ? ഓഫീസിൽ പറഞ്ഞല്ലേ ഓട്ടോ തന്നെ. അപ്പോൾ 4 മണിയാകുമ്പോൾ എത്തണം അവിടെ. അപ്പോൾ ഇവിടെ വണ്ടി ഇല്ലാത്തതുകൊണ്ട് നടക്കാമെന്ന് വിചാരിച്ചാൽ 2 മണിക്കൂർ. അപ്പോൾ നിങ്ങളെ ഓട്ടോ കിട്ടിയ. നമ്മളിപ്പോൾ കാഞ്ഞങ്ങാട് റൂമിൻ്റെ അടുത്തെത്തി. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ പാർക്കിംഗ് മുതൽ ഏകദേശം 2 കിലോമീറ്റർ നമ്മൾ നടന്നു. ഒരു ഓട്ടോ വണ്ടി ഒന്നും കിട്ടിയില്ല. എന്തോ ഭാഗ്യത്തിന് ഒരു ഓട്ടോ വരുന്നു, കൈ കാണിച്ചു. അത് വേറെ ബൈക്കിൽ വരുന്ന ഓട്ടോ ആണ്. കൈ കാണിച്ചപ്പോൾ നിർത്തി നേരെ പനന്തടി ഇറങ്ങി. 20 റുപ്യ ചോദിച്ചത്. അപ്പോൾ റിട്ടേൺ പോകുന്ന ഓട്ടോക്ക് 20-50 ചോദിക്കും. ആണെങ്കിൽ നമ്മൾ പിടിക്കുമ്പോൾ 350-300 കൊടുക്കും. നടക്കാമെന്ന് വെച്ച് നടന്നെയാണ്. 2 കിലോമീറ്റർ നടന്നപ്പോഴാണ് ഓട്ടോ കിട്ടിയത്. ഓട്ടോ കയറി ഒരു അരമണിക്കൂർ കാത്തു നിന്നപ്പോൾ പനന്തടിയിൽ നിന്ന് ബസ് കിട്ടി. ബസ്സും പിടിച്ച് നേരെ കാഞ്ഞങ്ങാട് എത്തി. കാഞ്ഞങ്ങാട് റൂമിൻ്റെ അടുത്തെത്തി. ഇനി 100 മീറ്ററും കൂടിയല്ലേ റൂമിലേക്ക്. സ്വന്തം വണ്ടി പോകാൻ നോക്കുക, അതാണ് ഈസി. ഓക്കെ, അല്ലെങ്കിൽ വൈകുന്നേരം ബസ്സുണ്ട്. ഓക്കെ, അഗൈൻ ബൈ.